ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വലിയ പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ കാബ ഡ്രോയിങ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എത്രത്തോളം ശരിയായി എന്നൊന്നും അറിയില്ല. നമ്മൾ മുന്നേ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പുണ്യഭൂമിനെ കുറിച്ചിട്ട് വരയ്ക്കാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ ഇമേജൊക്കെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു ഇമേജ് നോക്കിയിട്ട് ഞാനത് ജസ്റ്റ് ആദ്യമായിട്ട് വരച്ച് നോക്കുകയാണ്. മുന്നേ ഒരു പെൻസിൽ ഡ്രോയിങ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫസ്റ്റ് ടൈമാണ് കളറിങ്ങും കൂടെ ചെയ്തിട്ട് ഒരു ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ക്ഷമിക്കണം. പിന്നെ നമ്മളെ വീഡിയോയിലോ ഈ ഒരു ചിത്രത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് പറഞ്ഞു തരണം. അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു കയ്യിലുണ്ടായിരുന്ന കാർഡ്ബോർഡിൽ റഫായിട്ട് നമ്മൾ ഈ ഒരു കാബയുടെ ചിത്രം നമ്മൾ റഫായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് പെൻസിൽ വെച്ചിട്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സ്കൈ ബ്ലൂ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ മാത്രമായിട്ട് കുറച്ച് കളറും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ചതൊക്കെ അടിയിൽ പോയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പെൻ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും. പക്ഷേ കയ്യിൽ സ്കെച്ച് ഇല്ലാത്തതുകൊണ്ട് സ്കെച്ചിൻ്റെ കളർ തീർന്നതുകൊണ്ട് ഞാൻ പെന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഗോൾഡൻ കളറിലുള്ള ആ ഒരു ടച്ച് ആ എല്ലാ ഇമേജ് നോക്കുമ്പോഴും നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളർ നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട്. ബാക്കി കളർ ഫുള്ള് നമ്മൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഇമേജസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു റിയൽ ഇമേജ് പോലത്തെ ഒരു വലിയൊരു ഫ്രെയിം നമ്മളെ റൂമിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവിടെ റൂമിലുണ്ട്, പിന്നെ അതവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട്, പക്ഷേ അത് നോക്കിയാണ് നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ കഴിയില്ല. ആ ഒരു റിയൽ ഇമേജ് തന്നെയാണ് തോന്നുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇമേജിൽ മാത്രം കാണുന്ന ഈ ഒരു പ്ലേസിന് കൈകൊണ്ട് വരയ്ക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറേ ഇമേജസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്കും കോമ്പിനേഷനിലും മാത്രമാണ് ഈ ഒരു ചിത്രത്തിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് തന്നെ നമ്മളും ചൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. എനിക്കും വലിയ അതൊന്നുമില്ല. നിങ്ങൾ സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലത്തെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല ഇതിന് പിന്നിലുള്ള. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടി കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാളാവാനായിട്ടുണ്ട്. വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഈ ചിത്രം വരയ്ക്കുന്ന നട്ടപ്പാതിരേക്കാണ്. ഏകദേശം ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഉറക്കമൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആ ഒരു സമയത്ത്. അപ്പം നമ്മൾ ആദ്യം കളർ ചെയ്ത ആ ഒരു ഭാഗത്തെ ആ ഒരു ഷേപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാനും ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെയും പേന വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെന്നും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ കളറും ഉള്ള ആ ഒരു കളേഴ്സ് മാത്രം മതി നമുക്ക് ഈ ഒരു ചിത്രം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് തോന്നി. ഞാനിവിടെ നമ്മളെ റൂമിൽ ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു ഇമേജ് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്തായാലും ഈ ഒരു ഇമേജ് മാത്രം ഞാൻ കളയില്ല. ബാക്കിയെല്ലാം നമ്മൾ വരച്ചിട്ടും ചെയ്തതുമായിട്ടുള്ള വർക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കണം ഇവിടുന്ന്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഇമേജ് നമ്മൾ ഈ തൊട്ടടുത്തുള്ള ഈ ഒരു ഫ്രെയിമിൻ്റെ കൂടെ നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ലവ് യു, ബൈ.